നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ട്, ഇഫ് 9p5 പ്ലസ് 5 ഇൻറ്റു 9p4 ഈസ് ഈക്വൾ ടു 10p6 ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതുപോലെ തന്നെ 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ എണ്ണം നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൽ എത്ര എണ്ണം ഈവൻ ആയിട്ടുണ്ട്. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്ര എണ്ണമാണ്. ആ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നോക്കാനുള്ളത് എല്ലാ വവൽസും എന്ത് ചെയ്യണം, ഒരുമിച്ച് ഒക്കർ ചെയ്യണം. ഫസ്റ്റ് പാർട്ട് നോക്കാം. 9p5 പ്ലസ് 5 ഇൻറ്റു 9p4 ഈസ് ഈക്വൽ ടു 10pr. NPRൻ്റെ ഫോമുല എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അത് വെച്ചിട്ട് 9p5 എങ്ങനെ എഴുതാം? 9 മൈനസ് 5 എത്ര? 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഇൻറ്റു 9p4 എന്ന് പറയുമ്പം 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10pr എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇനി 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആണ്. നമുക്ക് ഇതിൽ തന്നെ 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 10 ഫാക്ടോറിയലിനെ 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ത്രൂ ഔട്ടായിട്ട് നമുക്ക് 9 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എന്ത് വരും? 1/4 ഫാക്ടോറിയൽ പ്ലസ് 5/5 ഫാക്ടോറിയൽ ഈക്വൽ ടു 10/10 മൈനസ് ആർ ഫാക്ടോറിയൽ വരും. ഇനി 1/4 ഫാക്ടോറിയൽ ഓക്കെ. ഇനി 5 ഉണ്ടല്ലോ, 5 ഉണ്ട്. ആ 5ന് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയലിന് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്നാക്കാം. 5 ഫാക്ടോറിയലിന് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്നാക്കാം. ബാക്കി 10 മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ 5ഉം 5ഉം ക്യാൻസലായി പോവും. ബാക്കി 1/4 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10/10 മൈനസ് ആർ ഫാക്ടോറിയൽ. 1/4 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ എന്താണ്? 2/4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10/10 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഈ 2ഉം ഇതും പോവും. ബാക്കി എത്ര വരും? 1/4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5/10 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് കിട്ടും. അതായത് 1/4 ഫാക്ടോറിയൽ പ്ലസ് 5/5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 5/4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് എടുക്കാം. അതേപോലെ ഈ 5ഉം 5ഉം ക്യാൻസൽ ആവും. ബാക്കി 1/4 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 10/10 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് കിട്ടും. 1/4 2/4 എന്ന് എഴുതാം. 2ഉം ആ 10ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 1/4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5/10 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ബാലൻസ് നോക്കാം. 1/4 ഫാക്ടോറിയൽ. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരാം? 10 മൈനസ് ആർ ഫാക്ടോറിയൽ അല്ലേ. ഈ 1/4 ഫാക്ടോറിയലിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിതിനെങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ഇൻറ്റു 5. 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്താണ്? 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താണ്? 5ഉം കൂടെ ചേരുമ്പോൾ എന്താവും? അത് 5 ഫാക്ടോറിയൽ ആവും. അതായത് നമുക്ക് ഫാക്ടോറിയൽ മാറ്റിയിട്ട് ബാക്കി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 10 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. അതിൽ നിന്ന് ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? മൈനസ് ആർ ഈക്വൽ ടു 5 മൈനസ് 10. അതായത് ആർ ഈക്വൽ ടു 10 മൈനസ് 5. ആറിൻ്റെ വാല്യൂ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഡിജിറ്റ് യൂസ് ചെയ്യുന്നത് എത്രയാണ്? 1 2 3 4 5. ഒരു ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യാതെ 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഈ 1 2 3 4 5 നിന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? 5ൽ 4. അപ്പോൾ അത് എത്രയായിരിക്കും? 5p4 വേസിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതിൽ തന്നെ രണ്ടാമത്തെ ഇതിലുണ്ട് ഹൗ മെനി ഓഫ് ദീസ് വിൽ ബി ഈവൻ. ഇപ്പം ഈവൻ ആവണമെങ്കിൽ വൺസ് പ്ലേസിൽ ഏതൊക്കെ വരാം? ഐദർ 2 അല്ലെങ്കിൽ ഏത് വരും? 4 വരും. 2ഓ 4ഓ വന്നാൽ വൺസ് പ്ലേസിൽ വന്നാൽ മാത്രമേ ഈവൻ ആവുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഈവൻ ആവും? നമുക്ക് ഏത് രീതിയിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇതെന്തായിരിക്കും? 4p3 പ്ലസ് 4p3. 4p3 എത്രയാണ്? 24 പ്ലസ് 24 എത്ര വരും? 48. നമുക്ക് ഈവനായിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 48 ഉണ്ട്. ഇനി തേർഡ് പാർട്ട് നോക്കാം. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ വവൽസ് എത്രയുണ്ട്? 5 വവൽസ് ഉണ്ട്. 5 വവൽസ് എന്ന് പറയുമ്പോൾ എത്ര? 1 2 3 4
4 ഈസ് ഉണ്ട്, 1 ഐയും ഉണ്ട്. അപ്പോൾ 5 വവൽസിനെ നമ്മൾ എങ്ങനെ എടുക്കണം? ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 വവൽസിനെ നമുക്ക് ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ വവൽസിനെ കൺസിഡർ ചെയ്താൽ ബാക്കി എത്ര കൺസണൻസ് ഉണ്ട്? 7 കൺസണൻസ് ഉണ്ട്. ഈ 7 കൺസണൻസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 8 ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ 8 ഒബ്ജക്റ്റിൽ 3 എൻസും ഉണ്ട്, അതേപോലെ എത്രയുണ്ട്? 2 ഡീസും ഉണ്ട്. ഓക്കെ, അപ്പം ഈ 8 ഒബ്ജക്ട്സ് ഫോം ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും വേസ്? 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതേസമയം ഈ വവൽസ് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. അപ്പം നമുക്ക് അറേഞ്ച്മെൻറ്റ്സിൽ വവൽസ് ഒരുമിച്ച് വരുന്ന ടോട്ടൽ നമ്പർ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ കിട്ടും. 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എത്ര എഴുതാം? 5 എന്ന് എഴുതാം. 8 ഫാക്ടോറിയൽ ആകുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ക്യാൻസൽ ആയത് പോവും. പിന്നെ 3 6 ഉണ്ട്. ബാക്കി എത്ര വരും? 5 ഇൻറ്റു 4 5s are 20, 4 5s are 20, 20 ഇൻറ്റു 3 എത്ര? 60 ഇൻറ്റു 7 8s are എത്രയാണ്? 7 ഇൻറ്റു 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 16800. അപ്പം 3 പാർട്ടും ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്, if x, root x, x by 2 are 3 consecutive terms of a GP, then the value of x. Second part, 1 and 256 ഇടയ്ക്ക് 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. റിസൾട്ടിങ് സീക്വൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് റിസൾട്ടിങ് സീക്വൻസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഇനി ഫസ്റ്റ് 3 ടേംസ്, ജി പിയുടെ ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് 39/10 അതിൻ്റെ പ്രോഡക്റ്റ് എത്രയും തന്നിട്ടുണ്ട്? 1 എന്ന് തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. 19th ഫസ്റ്റ് പാർട്ടിൽ എക്സും √8 അതുപോലെ x/2 തന്നിട്ടുണ്ട്. 3 ടേംസ്, ജി പിയിലെ 3 ടേംസ് നമുക്ക് എങ്ങനെ? ജി പിയിലെ 3 ടേംസ് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് ജി പിയിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ബി സി ജി പിയിലാണെങ്കിൽ b² എന്ന് പറയുന്നത് എന്തായിരിക്കും? √AC ആയിരിക്കും. അത് വെച്ച് നമുക്കിവിടെ എങ്ങനെ എഴുതാം? √8² എന്ന് പറയുന്നത് x ഇൻറ്റു x/2 ആയിരിക്കും. 8² എത്ര? 8 ഈക്വൽ ടു x²/2. അതിൽ നിന്ന് x² എന്ന് പറയുന്നത് നമുക്ക് 8 ഇൻറ്റു 2 എത്ര? 16 കിട്ടും. എക്സ് എന്ന് പറയുന്നത് +or-4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. 4 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ 3 നമ്പേഴ്സ് നമ്മൾ 1നും 256നും ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് A1 A1 ആയല്ലോ. അപ്പോൾ A2 A3 A4 256 എന്ന് എടുക്കാം. അപ്പോൾ 5th ടേം അല്ലേ 256. അപ്പോൾ A5 ആണ് നമുക്ക് 256 എന്നുള്ളത്. അതുപോലെ A എത്രയെന്ന് അറിയാം? ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 1 എന്നറിയാം. 256 എങ്ങനെ ചെയ്യും? A5 ഈസ് ഈക്വൽ ടു AR⁴ ആണ്. അപ്പോൾ AR⁴ ആണ് നമുക്ക് 256 കിട്ടിയത്. എയുടെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു R⁴ ഈക്വൽ ടു 256. അതായത് R⁴ ഈക്വൽ ടു 256. R⁴ 256 എത്രയാണ്? 4² 16 ആണ്. 4³ എത്രയാണ്? 64. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 26 ആകുമ്പോൾ 4⁴. നമുക്ക് ഇനി എന്താണ്? ബേസ് ഇക്വേറ്റ് ചെയ്യാം. ബേസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ കിട്ടി നമുക്കിനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ല. 1. ഇനി A2 എന്ന് പറയുന്നത് എന്താണ്? A2 എന്ന് പറയുന്നത് എന്താണ്? AR എന്ന് പറയുമ്പോൾ എന്താണ്? A1 1 ഇൻറ്റു R എത്ര? 4. അടുത്തത് A3 എന്ന് പറയുമ്പോൾ AR² എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ഇൻറ്റു 4² 16. അടുത്തത് A4 ഈക്വൽ ടു A⁴R³ ഈക്വൽ ടു 1 ഇൻറ്റു 4³ 4³ എത്ര? 64. 5th ടേം നമുക്കറിയാം 256. അപ്പോൾ 3 നമ്പേഴ്സ് ഇതാണ്. നെക്സ്റ്റ് തേർഡ് പാർട്ട് ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി 39/10 എന്നും അതിൻ്റെ പ്രോഡക്റ്റ് 1 എന്നും തന്നിട്ടുണ്ട്. ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജി പിയിലുള്ള ടേംസ് A/R AR ഇതാണ് 3 ടേംസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A/R പ്ലസ് A പ്ലസ് AR ഈക്വൽ ടു 39/10 എന്ന് തന്നിട്ടുണ്ട്.
അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ A/R ഇൻറ്റു A ഇൻറ്റു AR എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്. 6 ക്യാൻസലാവും. A³ 1 ആണ്. അതിൻ്റെ അർത്ഥം എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1. ഇനി ഈ വാല്യൂ സമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1/R പ്ലസ് 1 പ്ലസ് R ഈസ് ഈക്വൽ ടു 39/R എന്ന് കിട്ടും. ഇനി 39/10 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് R പ്ലസ് R സ്ക്വയർ ബൈ R ഈക്വൽ ടു 39/10 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 പ്ലസ് 10R പ്ലസ് 10R സ്ക്വയർ ഈക്വൽ ടു 39R എന്ന് കിട്ടി. ഇനി നമുക്കിതിന് അടുക്കി ഒന്ന് 39R എന്ന് കിട്ടി. കറക്റ്റ് എഴുതാം. 10R സ്ക്വയർ 10R മൈനസ് 39R എത്ര? മൈനസ് 29R പ്ലസ് 10 ഈക്വൽ ടു 0. 10R സ്ക്വയർ മൈനസ് 29R പ്ലസ് 10 ഈക്വൽ ടു 0. ഇത് നമുക്ക് എങ്ങനെ ചെയ്യും? ഇത് ചെയ്യുമ്പോൾ സം എടുക്കുമ്പോൾ 5R മൈനസ് 2 ഇൻറ്റു 2R മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ആറിൻ്റെ വില ഏതൊക്കെ കിട്ടും? 2/5ഉം ആറിൻ്റെ വില എത്ര കിട്ടും? 5/2 എന്ന് 2 വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 2 വാല്യൂവും വെച്ചിട്ടുള്ള ബാക്കി ചെയ്ത് നോക്കാം. അതിൻ്റെ ടേംസ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം A ഈക്വൽ ടു 1 ആണ്. R ഈക്വൽ ടു 2/5 എടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ A/R ഉണ്ട്, A ഉണ്ട്, AR ഉണ്ട്. അപ്പോൾ Aക്ക് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് എന്ത് വരും? 1/2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. അത് കഴിഞ്ഞിട്ട് A ആകുമ്പം 1. നെക്സ്റ്റ് ഏതാണ്? AR എന്ന് പറയുമ്പം 1 ഇൻറ്റു 2/5. അപ്പോൾ നമ്മൾ Aക്ക് 1ഉം Rന് 2/5ഉം കൊടുക്കുമ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5/2, 1, 2/5. സെക്കൻഡ് കേസിൽ Aക്ക് 1ഉം Rന് 5/2ഉം കൊടുക്കാം. അപ്പോൾ നേരത്തെ 1/5/2 എന്ന് വരും. 1/5/2 എന്ന് പറയുന്നത് എന്താണ്? 2/5. അതേപോലെ AR എന്ന് പറയുമ്പോൾ Aക്ക് 1 കൊടുക്കാം. അപ്പോൾ അത് 1 ആണ്. AR എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 5/2, 5/2. ഈ സീക്വൻസ് എന്തായിരിക്കും? 5/2 ആയിരുന്നു. നമുക്ക് ഇവിടെ 2/5, 1, 5/2. അതായത് 2 വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആറിന് 2/5ഉം 5/2. ആദ്യം നമ്മൾ 2/5 വെച്ചിട്ടുള്ള ടേംസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താണ്? 5/2 കൊടുത്തിട്ടുള്ള ടേംസ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ ആണ്. 2x മൈനസ് y പ്ലസ് 3 ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. ഇപ്പോൾ നമുക്ക് ലൈൻസ് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ആദ്യം നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് M1 ആണ്. നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ത് കിട്ടും? നമുക്ക് -2/-1. എത്ര വരും അതിൻ്റെ ആൻസർ? 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് M2 എന്ന് പറയുന്നത് എന്താണ്? M2 എന്ന് പറയുമ്പോൾ -1/2 എന്ന് കിട്ടി. അപ്പോൾ M1 M2 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ എന്ന് പറയുമ്പോൾ tan θ ഈസ് ഈക്വൽ ടു M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2. M2 എത്ര? -1/2 -2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 -2 ഹോൾ ഡിവൈഡഡ് ബൈ ഇതെന്താവും? 2ഉം 2ഉം ക്യാൻസലായിപ്പോൾ 1 - 1 എന്ത്? 0. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എടുക്കുമ്പം ഡിനോമിനേറ്ററിൽ 0 വന്ന് അതിൻ്റെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് ഇൻഫിനിറ്റി ആവുന്നത്? തീറ്റ എപ്പോഴാകുമ്പോഴാണ്? 90 ഡിഗ്രി ആകുമ്പോഴാണ് ഇൻഫിനിറ്റി. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. The centroid of a triangle is 2, 7 and 2 of its vertices are 4, 8 and -2, 6. തേർഡ് വെർട്ടിക്സ് കണ്ടുപിടിക്കാൻ പറയണം. അപ്പോൾ ഫസ്റ്റ് സെൻട്രോയിഡ് എടുക്കാം. സെൻട്രോയിഡ് നമ്മുടെ സെൻട്രോയിഡിൻ്റെ ഫോമിൽ എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3/3 y1 പ്ലസ് y2 പ്ലസ് y3/3. ഇതാണ് സെൻട്രോയിഡിൻ്റെ ഫോമുല. ഇപ്പോൾ നമുക്ക് തേർഡ് വെർട്ടെക്സ് അറിയില്ല. അതുകൊണ്ട് തേർഡ് വെർട്ടെക്സ് XY എന്ന് എടുക്കാം. സെൻട്രോയിഡ് എത്രയും തന്നിട്ടുണ്ട്? 2, 7 എന്ന് തന്നിട്ടുണ്ട്. x1 x2 എന്ന് പറയുമ്പോൾ 4 - 2
പ്ലസ് എക്സ് ബൈ 3. നെക്സ്റ്റ് y1 പ്ലസ് y 8 പ്ലസ് 6 പ്ലസ് y ബൈ 3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 27 ഈക്വൽ ടു 4 മൈനസ് 2 എത്രയാണ്? 2 പ്ലസ് എക്സ് ബൈ 3 കോമ 14 പ്ലസ് y ബൈ 3. ഇപ്പം സെൻട്രോഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ആദ്യം എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ നെക്സ്റ്റ് y കോർഡിനേറ്റ്. ഇക്വേറ്റിംഗ് എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 പ്ലസ് എക്സ് ബൈ 3 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് എക്സ് ഈക്വൽ ടു 6, 3 ഇൻറ്റു 2 6, 6 മൈനസ് 2, എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. ഇനി y ചെയ്യണം, y ഇക്വേറ്റ് ചെയ്യാം. y ഇക്വേറ്റ് ചെയ്യുമ്പം 14 പ്ലസ് y ബൈ 3 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. അതായത് 14 പ്ലസ് y ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 3 എത്ര? 21. y ഈസ് ഈക്വൽ ടു 21 മൈനസ് 14 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അതായത് നമ്മുടെ തേർഡ് വെർട്ടെക്സ് ആയിട്ടുള്ള എക്സ് വൈ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 4 7 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ 4 7 ആയിട്ട് ഓപ്ഷൻ എന്താണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? 4 7 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ടിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ പെർപെൻഡിക്കുലർ ഫ്രം, അതായത് ഒറിജിനൽ നിന്ന് ഒരു ലൈനിലോട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് -29 ആണ്. അങ്ങനെയാണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ട് ഒറിജിനിൽ നിന്ന് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ പെർപെൻഡിക്കുലർ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ആദ്യം ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന്. ഓക്കെ, പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനായിട്ട് തേർഡിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിൽ നമുക്ക് ഒറിജിനിൽ നിന്നാണ് ആ പോയിന്റിലോട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? y2 എന്ന് പറയുമ്പം 9 മൈനസ് 0, ഒറിജിൻ 0 0 ആണല്ലോ. ഒറിജിൻ എന്ന് പറയുന്നത് എത്രയാണ്? പോയിന്റ് 0 0. 9 മൈനസ് 0 ഡിവൈഡഡ് ബൈ -2 മൈനസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു -9/2. നമുക്ക് കണ്ടുപിടിക്കേണ്ട പെർപെൻഡിക്കുലർ ആണ്. അപ്പം പെർപെൻഡിക്കുലർ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താണ്? മൈനസ് റെസിപ്രോക്കൽ ഓഫ് ദ സ്ലോപ്പ്. അതായത് -1 ബൈ -9/2 ഈക്വൽ ടു 2/9 കിട്ടി. ഇനി ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അതായത് y മൈനസ് y1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാണ്? 9 ഈക്വൽ ടു സ്ലോപ്പ് എത്ര കിട്ടി? 2/9 ഇൻറ്റു എക്സ് മൈനസ് x1 ഏതാണ്? -2. ദാറ്റ് ഇസ് ഈക്വൽ ടു y മൈനസ് 9 ഈക്വൽ ടു 2/9 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് നമുക്ക് സോൾവ് ചെയ്ത് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 9y മൈനസ് 9 to 9 എത്ര? 81 ഈക്വൽ ടു 2x പ്ലസ് 4 എന്ന് കിട്ടും. അതായത് ഇക്വേഷൻ കൊണ്ടുവരുമ്പോൾ 2x മൈനസ് 9y പ്ലസ് 4 മൈനസ് പ്ലസ് 81 ഈക്വൽ ടു 0. 2x മൈനസ് 9y പ്ലസ് 81 ദാറ്റ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 9y പ്ലസ് 81 പ്ലസ് 4 എത്രയാണ്? 85 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതായത് ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് മീറ്റ് ചെയ്യുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ വച്ചിട്ട് അതിൻ്റെ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2x മൈനസ് 9y പ്ലസ് 85 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ട് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബി പാർട്ടിൽ. ബി പാർട്ടിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താണ്? നമുക്ക് റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സി എന്ന് പറയുന്നത് എത്രയാണ്? 85 ആണ്. ഇവിടെ എ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്ര വരും? 2 സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുമ്പോൾ വൈയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 85 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 81 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 4 പ്ലസ് 81 ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 85 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 പ്ലസ് 81 എന്താണ്? റൂട്ട് 85 ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം 8/√85. നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു പ്രോബ്ലത്തിന് ഡിനോമിനേറ്ററിൽ റൂട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക്
ഒരു √5 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. That is equal to 85 √85 divided by 85. ആൻസർ എത്ര കിട്ടും? √85. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? നമ്മൾ ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടായിരുന്നു 2x - 9y + 85. അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് c/√(a² + b². 85/a എയും ബി എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും കോഫിഷ്യൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ √85 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ +1 എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.